ഇല്ലില്ല പറ്റില്ല. എടോ ഇതൊരു STD ബൂത്താ. രാവിലെ കഴിഞ്ഞിട്ട് പോലും പറ്റില്ല. ഇതൊന്നും പറ്റത്തില്ല. വെച്ചിട്ട് പോടെ. ഓരോരുത്തന്മാർ രാവിലെ വരും. അക്കമ്മ വിളി, രാജമ്മ വിളി. ഇത് എന്തിനത്? രാവിലെ കഴിഞ്ഞിട്ട് പോലും പറ്റില്ല. ഇവിടെ ഫോൺ വിളിക്കണം. കേട്ടോ ആളുണ്ടോ? അത്യാവശ്യമല്ലേ? അപ്പൊ ഞാൻ വേറെ അത്യാവശ്യമാണ്. ഹലോ 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 പപ്പ പപ്പ, ഞാൻ ഫെഡറിക്കാണ്. ആ പപ്പ, ഞാൻ നാട്ടിൽ ഇന്നലെ എത്തി. യാത്രയൊക്കെ സുഖമായിരുന്നു പപ്പ. എന്ത് പറയാനാ. പിന്നെ പപ്പ, ഞാൻ രാവിലെ മിനിസ്റ്ററിനെ കണ്ടിരുന്നു. നമ്മുടെ പുതിയ ഫാക്ടറി ലൈസൻസ് കിട്ടി. പിന്നെ പപ്പ, ഞാൻ മമ്മയെ വിളിക്കുന്നുണ്ട്. പിന്നെ ലണ്ടനിലിപ്പം മഴയാണോ? ചൂടാണോ? ഓരോ കാര്യങ്ങൾ. ശരി പപ്പ, ഞാൻ മമ്മയെ വിളിക്കുന്നുണ്ട്. അടുത്ത ആഴ്ച ലണ്ടനിൽ വെച്ച് കാണാം. ഓക്കെ പപ്പ. അതെ, 6 കോഡുണ്ടോ? സ്വിറ്റ്സർലാൻഡ്. എല്ലാ ദിവസവും കൊണ്ടുവന്നില്ല. കാക്കയുടെ വായി കൊണ്ടെന്ന് പറഞ്ഞ പോലെ. ഓക്കെ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. നമുക്കൊരു ജസ്റ്റ് ചായ. ഹലോ 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 മമ്മ. മമ്മ, ഞാൻ ഫെഡറിക്കാണ്. ഞാൻ ഇന്നലെ നാട്ടിലെത്തി മമ്മ. യാത്രയൊക്കെ സുഖമായിരുന്നു മമ്മ. ഗോൺസാലസിങ്ങളോട് പുതിയ വെൻസാറ്റ് എയർപോർട്ടിൽ വന്നിരുന്നു. പിന്നെ മമ്മ, നമ്മുടെ പുതിയ ഹോസ്പിറ്റലിന്റെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഫൗണ്ടേഷൻ കൂടെ കെട്ടിയാൽ മതി. ഞാൻ പപ്പയെ വിളിച്ചിരുന്നു. അടുത്ത ആഴ്ച ലണ്ടനിലോട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ വരാം. പിന്നെ അമ്മ, നാളെ ഞാൻ 2 കിലോ മത്തി കൊടുത്തേക്കുന്നുണ്ട്. പുളിയൊക്കെ ഉണ്ടെച്ചാൽ ശരി അമ്മ. ഓക്കെ ഓക്കെ, പറഞ്ഞോളെ. ഓക്കെ, ബൈ. എന്താ ചൂട്? ഞാനിങ്ങ് ദുബായിലാണ്. ചേട്ടനൊരു വലിയ പ്രസ്ഥാനമാണ്. ദുബായ്, സ്വിറ്റ്സർലൻഡ്. രാവിലെ ചായ പറഞ്ഞിട്ടുണ്ട്. ചായ കുടിച്ചിട്ട് വാ. ഇല്ല, ഞാൻ ചായ കുടിക്കില്ല. ചായ കുടിച്ചു. ഇല്ല, ഞാൻ ചായ കുടിക്കില്ല. നിർബന്ധമാണെങ്കിൽ ഒരു ഫ്രൂട്ട് സ്നാക്സ് ആവാം. ഫ്രൂട്ട് സ്നാക്സ് അറിയില്ല? കൺട്രി ഫ്രൂട്ട്സ്. എനിക്കൊരു ഫോട്ടോ എടുക്കണല്ലോ. അതെ, ഫോട്ടോ. ഫോട്ടോ ഫോട്ടോ എഴുതിച്ചിട്ടുണ്ടല്ലോ. ഫോട്ടോ സ്റ്റാറ്റർ. ഫോട്ടോ സ്റ്റാറ്റർ 1200. അതെന്താ ക്രെഡിറ്റ് കാർഡ്? ക്രെഡിറ്റ് കാർഡ് ഇത് ചുമ്മാ STD ബൂത്താ. ക്രെഡിറ്റ് കാർഡ് ഒന്നും ചലിക്കത്തില്ല. മര്യാദയ്ക്ക് പൈസ പോകാൻ നോക്കും. എത്രയാണ്? 1200 രൂപ. 1200. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മംഗലശ്ശേരിയുടെ ചെക്ക്. എന്റെ മാമന്റെ ബാങ്കാണ്. മംഗലശ്ശേരി ചെക്ക് എന്റെ മാമന്റെയാണ്. മാമന്റെ കൊള്ളാലോ. കളിക്കാറ് പൈസ ഇതെല്ലാം പോകും. എന്നാ എന്റെ വിതുരത്തെ കുഞ്ഞമ്മനെ വിളിച്ച. എന്റെ വിതുരത്തെ കുഞ്ഞമ്മേനെ. നിന്റെ വിതുരത്തെ കുഞ്ഞമ്മ ഞാൻ വിളിച്ചത്. അതെങ്ങനെ നിന്റെ വിതുരത്തെ കുഞ്ഞമ്മ നിന്നെ കാണും. എന്നാ രായമാമനെ വിളിച്ച. എടോ വിതുരത്തെ കുഞ്ഞമ്മാവിടെ നിന്റെ രായമാമനെ നിന്നെ കാണും. പൈസ ആണെങ്കിൽ രായമാമനെ വിളിച്ച. രായമാമനെ വിളിച്ച. എനിക്ക് രായമാമനെ എവിടെ? ചുമ്മാ കള്ളം പറയും. രായമാമ 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 ചേട്ടോ, ഒരു ഫോൺ വിളിക്കണേ. കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. കുഴപ്പമൊന്നും ഇല്ലല്ലോ. അതാ എനിക്ക് അറിയണ്ടത്. പ്രശ്നമൊന്നുമില്ലല്ലോ. ഒരു പ്രശ്നമില്ല. ഇതിനൊക്കെ വേണ്ടി ലീവ് ഇരിക്കുന്നത്. ഒരു ഫോൺ വിളിക്കണേ. വിളിച്ചോന്നേ. വിളിക്കും. വിളിച്ചോന്നേ. ചേട്ടോ, ആളുണ്ടോ? ആളുണ്ടായിരുന്നു. അത്യാവശ്യമായിരുന്നേ. മുമ്പേ വന്നില്ലയോ? മുംബൈ വന്നായിരുന്നു. ആളുണ്ട്. വേറെ ഉണ്ടോ? അങ്ങോട്ട്
വിഷങ്ങളുണ്ടല്ലോ. തങ്കപ്പൻ ചേട്ടന്റെ കടയുടെ അപ്പുറം ഞാൻ നോക്കിട്ട് വരാം. അവിടെ വെട്ടിക്ക് തന്നെയാണ് പൈസ കൊടുത്തതില്ല. മാമ നീ എന്താ ഫോൺ എടുക്കാത്തത്? ആ എടുത്തടാ, എടുത്തു. ഓ ഒരു 3 രൂപ കിട്ടും. ഓ എടുത്തെടുത്തു. ആ ഓക്കെടാ, ഓക്കെ ഓക്കെ. ഹെൽമെറ്റ് 10-600 പിന്നെ 10-20 പെറ്റിയിട്ട് അടിച്ചത്. നമ്മൾ ആകെപ്പാട് 100 രൂപ ജോലി ചെയ്യുമ്പോൾ 10-20 പെറ്റിയിട്ട് വരും. പിന്നെ ചെറുതായിട്ട് അമ്മൂമ്മ മേടിച്ചു. അമ്മൂമ്മ കുറച്ചാണ് ചെവി കേൾക്കുന്നില്ല. ചെവി താങ്ക്സ്. ചോദിച്ചിട്ടില്ല. ചോദിച്ചിട്ടാ വിളിച്ചേ? ഫോൺ വിളിച്ചെന്റെ പൈസ ചോദിച്ചിട്ടില്ല ചേട്ടാ വിളിച്ചത്. നീ ചോദിച്ചിട്ടാ വിളിച്ചത്. പക്ഷെ നീ ഫോൺ വിളിച്ചെന്റെ പൈസ എന്റെ കാശ് ഉണ്ടെങ്കിൽ ഞാൻ നേരിട്ട് കയറി വിളിച്ചാൽ കടുപ്പായിപ്പോയല്ലോടാ. പാവം വിളിച്ചോ അങ്ങനെ ഞാൻ ഇരിക്കുക. ഞാൻ ചോദിച്ചിട്ടല്ലേ വിളിച്ചത്. നീ ചോദിച്ചിട്ടാ വിളിച്ചേ? പക്ഷെ ഫോൺ വിളിച്ചെന്റെ പൈസടാ. ഇത് ശരിയായിട്ടില്ല. എന്തുവാ ഇത് ശരിയായിട്ടില്ല. എടാ ഞാനിവിടെ ലോൺ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു മനുഷ്യനെ കണ്ടുപിടിക്കണം. എന്തുവാണെന്ന് ഒരു മനുഷ്യനെ തിരിച്ചറിയണം. ഇതൊന്നും ശരിയാകത്തില്ല. നാളെ ഇയാൾ ചട്ടി എടുക്കുമ്പോഴേ ഞാനേ ഉള്ളു വന്ന് എടുക്കാറുള്ളൂ. ഞാനേ ഉള്ളു അവിടെ എടുക്കാറുള്ളൂ. ഇന്ന് ശരിയാകത്തില്ല. അലക്കുന്നത് ഒന്നും പറയണ്ടേ. കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോലെ ഫോൺ ചെയ്യണം. എന്താ വിളിച്ചോളൂ. കേട്ടോ വിളിച്ചോളേ. പൈസ ഒക്കെ ഉണ്ട്. തോന്നുന്നു. അല്ല പൈസ ഉണ്ട്. വേണ്ട വേണ്ട എന്നോട് സംസാരിക്കാം. ഇപ്പോൾ തന്നെ അങ്ങനെ കഴിഞ്ഞിട്ട് പോയതേ ഉള്ളൂ. ഓ ആണോ? ആണെന്ന് 3ാമത്തെ തവണയാണ്. അത്യാവശ്യമല്ലേ അങ്ങോട്ട് അവിടെ കണ്ടോ? അത് തന്നെ അത് തന്നെ നോക്കിയിട്ട് വരാം. അണ്ണാ ഇതിന്റെ 9 കംപ്ലൈന്റ് അണ്ണാ. അണ്ണാ ഇതിന്റെ 9 കംപ്ലൈന്റാ തന്നെ. അണ്ണാക്ക് വാങ്ങിച്ചെക്കണ്ടേ അണ്ണാ. ഇത്തിരി ചൈന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ചൈന സാധനങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടല്ലേ ഈ പ്രോബ്ലം. ഇയാൾ തീരുമാനിച്ചാൽ മതി. എന്നാ സാധനം ഞാൻ കാശ് നോക്കി മേടിച്ചത്. ഹലോ ആന്റിനോട് അല്ലേ ഇത്? ആന്റി പൈസ? സോറി സോറി ആന്റി പൈസ. പക്ഷെ ബില്ല് മാറ്റമൊന്നും പറ്റില്ല. ഹലോ ആ മനോജ് എന്താണ് നീ ഇന്നലെ വരാത്തെ തന്നെ? ഓ നീ ഒരു കാഴ്ച നീ നെഞ്ചിനെ കൂടി 10 രൂപ കൊടു. നീ എന്തിനാ നീ ഇന്നലെ വരാത്തെ? ഓ നീ എന്തടി കാണിക്കണേ? ഞാൻ വല്ലോന്റെ ബൈക്കിലൊക്കെ എടുത്താണ് അവിടെ പാടോട്ട് വരുന്നത്. നീ പരിപാടി കാണിച്ച എന്തിനു പരിപാടി കാണിക്കണം നീ? ആ നീ കാണിച്ചു. ഞാനിപ്പോ റൂട്ട് പറഞ്ഞു. നീ കറക്റ്റ് അതിലെ വാ. നാളെ നീ കറക്റ്റ് അതിലെ വാ. ആ നീ കോളേജിൽ നിന്ന് ഡയറക്റ്റ് വഴുതക്കാട് നീ വാ. ഓ അവിടുന്ന് കട്ട് ചെയ്ത് ബേക്കറി വാ. നീ ബേക്കറി വാ. ഓ അവിടുന്ന് ലെഫ്റ്റ് കയറി സ്റ്റാച്യു ഓഫ് ബി. നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓഫ് ബി. അങ്ങോട്ടല്ല. അയ്യേ എന്തൊരു പിള്ളേരിത്. കോളേജിൽ പഠിക്കാണെന്ന് പറഞ്ഞ് പോകും. വഴികൾ പറഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്തൊരു കാര്യം. എടി നീ കാണിച്ചു. കുഴപ്പമില്ല ഞാൻ വിളിച്ചിട്ട് വരാം. നീ നമ്പറും കൂടെ എവിടെ നമ്പറൊക്കെ ആയിക്കോട്ടെ. 94464229991. ഓ തന്നെ ഓക്കെ എന്നാ കാര്യം ഇനി മനു നമ്പർ കൊടുക്കും. ഞാൻ വിളിക്കാം. ഓ 04722
ഇവിടുത്തെ അണ്ണൻ പറഞ്ഞ കുഴപ്പമില്ല കുഴപ്പമില്ല. ഇല്ല മണിയുണ്ട വിളിച്ചിരുന്നു. ഇനി അവന്റെ നമ്പർ നോട്ട്. എത്ര പറഞ്ഞു എഴുതോടേ. പറ 904-604-7722. തന്നെ ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ പിന്നെ വിളിക്കാം. ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു കൊടുത്തേക്കാം മണിയുടെ നമ്പർ. ശരി ഓക്കെ. എടാ മണിയുടെ നമ്പർ നോട്ട് ചെയ്തോ. കളിപ്പളൊന്നും ഇല്ലല്ലോ അല്ലേ? വെള്ളങ്ങളൊക്കെ കുടിച്ച തന്നെ. എഴുതിക്കോ. എവിടെ മണിയുടെ നമ്പർ 904-74604-77. എഴുതിയ വിളിയടാ. നാളെ വിളി. ശരിടാ. ഓക്കെ ബൈ. എത്ര രൂപ? എത്ര രൂപ? 6250 രൂപ. 3 കോണിന് 6250 രൂപ. എന്തിനാ എണ്ണായി പറയണേ? നിങ്ങൾ ഈ എന്തിനു കുഴപ്പമില്ല മുളപ്പിക്കുന്നു? 3 കോണിന് 6250 രൂപ അല്ലേ? ഞാൻ പത്തിരിയണോ? ഞാൻ പത്തണ്ട. 6250 ഞാൻ തന്നെ. ഞാനൊക്കെ പറ. എന്നാ പിന്നെ എനിക്ക് കാർ വിളിച്ചു പറഞ്ഞോളായിരുന്നു. എന്നാ ഞാൻ പറയുന്നത് മനസ്സിലാക്കി. നിങ്ങൾ ഞാനോട്ട് സംസാരിക്കും. നിങ്ങൾ ഈ 6550 രൂപ 3 കോളിന് നിങ്ങൾ 3 ദിവസം ഒരുത്തന്നെ വിളിച്ച് കേട്ടു. ഞാൻ പറയുന്നത് മനസ്സിലാക്കി. നിങ്ങൾ ഞാനോട്ടൊക്കെ സംസാരിക്കണം. ഇതിന് കുഴപ്പം നിങ്ങൾ ഉറപ്പിക്കണം. അത് അണ്ണന്റെ കണക്ക് പുസ്തകമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. സത്യം എന്നാ ദേഷ്യപ്പെടുന്നു. എന്നാ ഞാൻ മേൽക്കോട്ട് പോയതല്ല, നമ്മളില്ലാത്തോണ്ടല്ലേ. അണ്ണ ഇപ്പൊ എത്ര രൂപ തരണ അണ്ണ പറയണം? 6250 രൂപ. അണ്ണ വയ്യാത്ത കാലങ്ങളൊക്കെ ഇവിടെ തന്നെ ഇരിക്കുന്നു. അതൊക്കെ ശരി തന്നെ. ഞാൻ 6250 രൂപ അണ്ണൻ തരാം. പക്ഷെ ഇന്ന് എന്റെ ഇല്ല. ഞാനത് ഘട്ടം ഘട്ടമായി തരാം. എന്നാ ഇപ്പൊ കേള്. ഞാനൊരു 200 രൂപ ഇപ്പൊ അങ്ങോട്ട് തരും. പിന്നെ എത്ര രൂപ അണ്ണൻ വരാനുണ്ട്? എത്ര രൂപ വരാനുണ്ട്? 6050 രൂപ. അതില് ഒരു 3000 രൂപ ഈ പറഞ്ഞ തിങ്കളാഴ്ച അങ്ങോട്ട് വരും. പിന്നെ എത്ര രൂപ വരാനുണ്ട് അണ്ണന്? 3050 രൂപ. അതിന്റെ അടുത്ത തിങ്കളാഴ്ച 3000 കൊടുത്തരും. പിന്നെ എത്ര രൂപ അണ്ണൻ വരാനുണ്ട്? 50 രൂപ. അണ്ണന്റെ പേരെന്തിന്? രവി. എവിടെ സ്ഥലം? കൂത്താട്ടുകുളം. കൂത്താട്ടുകുളം രവി അണ്ണൻ. വെറും 50 രൂപയ്ക്ക്. അണ്ണാ എന്റെ പൊന്നണ്ണ മനുഷ്യനെ തിരിച്ചറിയാൻ പഠിക്കണം. നിങ്ങൾ എന്തിനു പരിപാടി? ഞാൻ തന്നെ എടുത്തിട്ട് പോകണം. ഒരു ചെണ്ടുകളുള്ള അണ്ണ മനുഷ്യൻ 50 രൂപയ്ക്കൊക്കെ ഈ ഓവറായിട്ട് നിങ്ങൾ ഈ സംസാരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ കൂടുതൽ സംസാരിക്കുന്നത് 50 രൂപയ്ക്ക് ഞാൻ നിങ്ങളായിട്ട് ഞാൻ പറയുന്നത് ഇവിടെ വീട് കിടന്നാലേ ഞാനേ ഉള്ളൂ തൂക്കിക്കൊണ്ട് പോകാൻ. നിസ്സാരം 50 രൂപ കിടന്ന് ഈ സംസാരം. 50 രൂപയ്ക്കുള്ള